റൗണ്ട് ഓഫ് 32-വിൽ കേപ്പ് വെർദയെ പരാജയപ്പെടുത്തിയ അർജന്റീന റൗണ്ട് ഓഫ് 16-ലേക്ക് മുന്നേറി. മത്സരത്തിൽ 3-2 അർജന്റീന കേപ്പ് വെർദയെ പരാജയപ്പെടുത്തിയത്. കേപ്പ് വെർദയുടെ പോരാട്ട വീര്യത്തിന് മുന്നിൽ അർജന്റീന വിയർത്തു ജയിച്ചെന്ന് വേണമെങ്കിൽ പറയാം. ആദ്യ പകുതിയിൽ ഒരു ഗോളിന് ലീഡുണ്ടായിട്ടും രണ്ടാം പകുതിയിൽ മികച്ച രീതിയിൽ മത്സരം കൺട്രോൾ ചെയ്യാൻ സാധിക്കാത്തത് തന്നെയാണ് തിരിച്ചടിയായതെന്ന് മെസ്സിയും സ്കലോണിയും വ്യക്തമാക്കിയതാണ്. രണ്ടാം പകുതി തുടങ്ങുമ്പോൾ കളി സ്ലോ ആക്കാനുള്ള അർജന്റീൻ ശ്രമങ്ങൾ പാടെ പരാജയപ്പെട്ടു. പിന്നെ മധ്യനിരയിൽ നിന്നും മുന്നേറ്റ നിരയിൽ നിന്നുള്ള മിസ് പാസുകൾ, ഇതെല്ലാം കേപ്പ് വെർദെക്ക് വലിയ ആയുധമാക്കി അവർ അർജന്റീനയ്ക്കെതിരെ പോരാടുകയായിരുന്നു. 2022-ൽ സൗദി അറേബ്യയോട് തോറ്റപ്പോൾ പലരും പറഞ്ഞത് ഇതൊരു ഇൻസിഡൻറ്റ് മാത്രമാണെന്നാണ്. പക്ഷേ ഇപ്പോൾ കേപ്പ് വെർദെക്കെതിരായുള്ള മത്സരത്തിന് ശേഷവും അതേ ചോദ്യം ഉയരുകയാണ്. അർജന്റീൻ ഗെയിം പ്ലാനിൽ എന്താണ് സംഭവിച്ചത്? സ്കലോണിക്ക് മാറ്റങ്ങൾ വരുത്താൻ സമയമായിട്ടുണ്ട്. വേൾഡ് കപ്പിൽ ഇനി വരാനിരിക്കുന്നത് നിർണായകമായ മത്സരങ്ങളാണ്. എതിരാളികൾ എങ്ങനെ അർജന്റീനയെ തകർക്കാൻ ശ്രമിക്കുമെന്നതിന്റെ വ്യക്തമായ മുന്നറിയിപ്പായിരുന്നു ഇന്നത്തെ മത്സരത്തിൽ നമ്മൾ കണ്ടത്. ഇന്നലത്തെ മത്സരത്തിൽ വ്യക്തമായിരുന്നു ഏഹൽ ഡിമേരിയെ പോലെയുള്ള ഒരു റണ്ണർ അർജന്റീനയ്ക്കില്ല എന്നുള്ളത് എത്ര വ്യക്തമായാണ് നമ്മൾ കണ്ടത്. മുമ്പ് ഏഞ്ചൽ ഡിമേരിയ ഉണ്ടായിരുന്നപ്പോൾ പന്ത് തിരികെ കിട്ടുന്ന നിമിഷം തന്നെ അദ്ദേഹം വേഗത്തിൽ മുന്നിലേക്ക് കൗണ്ടർ നടത്തുമായിരുന്നു. അതുകൊണ്ട് എതിരാളികളുടെ പ്രതിരോധം പിന്നിലേക്ക് വലിയേണ്ട അവസ്ഥ വരും. ഇപ്പോൾ ആ തരത്തിൽ ഒരു സ്പീഡ് റണ്ണർ അർജന്റീനയ്ക്കില്ല. അതിന്റെ ഫലം എന്താണ്? പന്ത് തിരികെ കിട്ടിയാലും കൗണ്ടർ അറ്റാക്കുകൾ മന്ദഗതിയിലാകുന്നു. എതിരാളികൾക്ക് തിരികെ ഡിഫൻസിലേക്ക് അവർ കൃത്യമായി ക്രമീകരിക്കാൻ മതിയായ സമയം ലഭിക്കുന്നു. വിങ്ങുകളിലൂടെയുള്ള കൗണ്ടർ അറ്റാക്കുകൾ നടക്കുന്നില്ലെന്നാണ് ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ട് ട്രാൻസിഷൻ അറ്റാക്കുകളിൽ അർജന്റീനയുടെ ഭീഷണി ഇപ്പോൾ കുറഞ്ഞു വരികയാണ്. എതിരാളികളുടെ പന്തടക്കം തടയാനുള്ള ബുദ്ധിമുട്ടാണ് മറ്റൊരു കാരണം. കേപ്പ് വെർദെ ചെയ്തത് വളരെ ലളിതമായിരുന്നു. അവർ ആത്മവിശ്വാസത്തോടെ പാസ് കളിച്ചു. അർജന്റീന ഹൈ പ്രസ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും പന്ത് ലഭിച്ചില്ല. ആ ഹൈ പ്രസ് തകർത്തതോടെ അർജന്റീനയുടെ മധ്യനിരയുടെ പ്രതിരോധവും തമ്മിലുള്ള വലിയ ഗ്യാപ്പുകൾ രണ്ടാം പകുതിയിൽ നമ്മൾ എത്ര തവണ കണ്ടു. ഈ സ്പേസുകളാണ് കേപ്പ് വെർദയെ വീണ്ടും വീണ്ടും ഉപയോഗിച്ചത്. ഇത് വലിയ മുന്നറിയിപ്പാണ്. വമ്പൻ ടീമുകൾക്ക് ഈ അവസരം വലിയ രീതിയിൽ തന്നെ മുതലെടുക്കാനാകുമെന്നുള്ള വലിയ മുന്നറിയിപ്പ്. മുന്നിലുള്ള ഓരോ മത്സരങ്ങളും അർജന്റീന ഈ ഗ്യാപ്പ് കൃത്യമായി അടയ്ക്കേണ്ടതാണ്, അല്ലെങ്കിൽ പണി കിട്ടും. ഇന്നലത്തെ മത്സരത്തിൽ കണ്ട മറ്റൊന്നാണ് ഹൈ പ്രസ്സിലും ഡീപ് ബ്ലോക്കിലും സ്ഥിരതയില്ലായ്മ. കഴിഞ്ഞ മത്സരത്തിൽ നിന്ന് വിപരീതമായാണ് ഇക്കാര്യം ഞാൻ ശ്രദ്ധിച്ചത്. ഹൈ പ്രസ്സിലും ഡീപ് ബ്ലോക്കിലുമുള്ള സ്ഥിരതയില്ലായ്മ തന്നെയാണ്. ഹൈ പ്രസ് ചെയ്യുമ്പോൾ ഏതൊക്കെ താരങ്ങൾ കൃത്യസമയത്ത് മുന്നോട്ട് വരണമെന്ന കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഇന്നലത്തെ മത്സരത്തിൽ നമ്മൾ കണ്ടു. ഇത് എതിരാളികൾക്ക് പ്രസ് മറികടക്കാനുള്ള അവസരം നൽകും. ഹൈ പ്രസ്സിങ്ങിനെ അനായാസം ബീറ്റ് ചെയ്ത് അവർ കുതിക്കുകയും ചെയ്യും. മറ്റൊന്ന്, ഇന്നലെ കണ്ട പ്രധാന പ്രശ്നം മധ്യനിരയിലെയും മുന്നേറ്റ നിരയിലെയും ഫിസിക്കാലിറ്റി കുറവാണ്. അർജന്റീനയുടെ മധ്യനിരയിലെ പല താരങ്ങളും സാങ്കേതികമായി വളരെ മികച്ചവരാണ്. പക്ഷേ ശാരീരിക ശക്തിയുള്ള ടീമുകൾക്കെതിരെ ചില സമയങ്ങൾ അവർ പിന്നിലാകുന്നു. ശക്തമായ മിഡ്ഫീൽഡ് ടീമുകൾക്കെതിരെ പന്ത് വീണ്ടെടുക്കുന്നതിലും ഡിവൽസ് ജയിക്കുന്നതിലും അർജന്റീൻ മധ്യനിര ബുദ്ധിമുട്ടുന്നത് ഏറെ വേദനാജനകമായാണ് അർജന്റീൻ ആരാധകർ കണ്ടു നിൽക്കുന്നത്. മധ്യനിര വീറ്റ് ചെയ്താൽ മത്സരം എന്താകുമെന്ന കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല. ലിയണൽ മെസ്സിയുടെ പ്രതിരോധ പങ്കാളിത്തമില്ലായ്മയും അർജന്റീനയ്ക്ക് ഇപ്പോൾ വലിയൊരു തിരിച്ചടി തന്നെയാണ്. ഫുട്ബോൾ ലോകം കണ്ട എക്കാലത്തെയും മികച്ചവനാണ് മെസ്സി. പക്ഷെ അദ്ദേഹത്തെ സ്കലോണി പ്രതിരോധ ജോലികൾക്ക് ഉപയോഗിക്കാറില്ല. അത് ബാർസലോണയിലും അങ്ങനെ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഡിഫൻസീവിൽ കുറവുള്ള ഡിബാലയെയും മെസ്സിയെയും ഒരേ സമയം ടീമിലെടുക്കാത്തതും. അതിനാൽ ടീമിലെ മറ്റുള്ള 10 താരങ്ങൾ കൂടുതൽ ഓടുകയും പ്രസ് ചെയ്യുകയും വേണം. എതിർ ടീമിന്റെ മുന്നേറ്റ നിരയിലേക്ക് അർജന്റീന ഹൈ പ്രസ് ചെയ്യുമ്പോൾ മെസ്സിക്കു പകരം ആ പൊസിഷനിലേക്ക് മധ്യനിരയിൽ നിന്നൊരു താരം ഇറങ്ങി വന്ന് പ്രസ് ചെയ്യേണ്ട അവസ്ഥയാണ് വരുന്നത്. എതിരാളികൾക്ക് മധ്യനിരയിലുള്ള സ്പേസ് തുറക്കാനും അത് കാരണമാകും. അത് കൃത്യമായി നടക്കാത്ത ദിവസങ്ങളിൽ അർജന്റീനയുടെ ഡിഫൻസീവ് ബാലൻസ് തകരുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. ഇതുകൊണ്ടാവണം സ്കലോണി ലിയണൽ മെസ്സിയെ ഇടയ്ക്ക് ചില സമയങ്ങളിൽ വിങ്ങ് മാറ്റി കളിപ്പിക്കുന്നതും. മെസ്സി കളിക്കുന്ന റൈറ്റ് വിങ്ങിലൂടെ എതിരാളികൾ അനായാസമായി കൊണ്ടാണ് ബിൽഡപ്പ് പ്ലേകൾക്ക് ശ്രമിക്കുന്നത്. ടീമിൽ ചില പ്രശ്നങ്ങളുണ്ടെന്ന് സ്കലോണി തന്നെ തുറന്നു പറഞ്ഞതാണ്. ഇന്നലത്തെ കേപ്പ് വെർദെക്കെതിരായുള്ള പോരാട്ടത്തിന് ശേഷമായിരുന്നു സ്കലോണിയുടെ പറച്ചിൽ. എന്നാൽ താരങ്ങളുമായി കൃത്യമായി സംസാരിച്ചുകൊണ്ട് പ്രശ്നം പരിഹരിക്കുമെന്നും സ്കലോണി വ്യക്തമാക്കി. അർജന്റീൻ ടീമിലെ പ്രധാന പ്രശ്നങ്ങൾ ഇന്നലെ കേപ്പ് വെർദെ എന്ന കൊച്ചു രാജ്യം തുറന്നു കാണിച്ചു. എന്നാലും ഒരു കാര്യം മറക്കരുത്, സ്കലോണി ഇതിനു മുമ്പും വലിയ പ്രശ്നങ്ങൾ പരിഹരിച്ച പരിശീലകനാണ്. ഓരോ ടീമിനെതിരെയും എങ്ങനെ കളിക്കണമെന്ന് അദ്ദേഹം കൃത്യമായി നടപ്പിലാക്കി. അദ്ദേഹത്തിന് എക്സ്പീരിയൻസുമുണ്ട്. അതിനാൽ ഈ മുന്നറിയിപ്പ് അദ്ദേഹത്തെ എങ്ങനെ ഉപയോഗിക്കുമെന്ന് കാത്തിരിക്കുകയാണ്. വേൾഡ് കപ്പിലുള്ള ഓരോ മത്സരങ്ങളും ഇനി അതിനിർണായകമാണ്. റൗണ്ട് ഓഫ് 16-ൽ അർജന്റീനയുടെ എതിരാളികൾ ഈജിപ്താണ്. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് നൗ.